എൻ്റെ ആങ്ങളെയും വൈഫും ആളുടെ കുട്ടിയും കൂടി ഇന്ന് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു തിരക്കിൽ ഞാനിത് ഓറിയോ ഷേക്ക് ഉണ്ടാക്കുകയാണേ. നേരത്തെ വരുമെന്നൊന്നും വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അവർ ഇറങ്ങിക്കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞിട്ടാട്ടോ എൻ്റെ ഉമ്മ വിളിച്ച് പറഞ്ഞത് അവർ വരുന്നുണ്ടെന്ന്. അപ്പോൾ എനിക്ക് കട്ടപ്പാലൊന്നും കിട്ടിയില്ല, സാധാ പാലാണ് കിട്ടിയത്. ആ പാലാണെന്നുണ്ടെങ്കിലോ ആകെ പുള്ള് തുളുമ്പി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവർക്ക് കുടിക്കാനുള്ളത് ഉണ്ടായിരുന്നു. പിന്നെ ഓറിയോ ഷേക്കൊക്കെ വേഗം അങ്ങോട്ട് സെറ്റാക്കാം കേട്ടോ. എൻ്റെ നാത്തൂനോടാണ് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അയിനൂസ് ഉറക്കത്തിലായിരുന്നു. അയിനൂസ് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അവർ വന്നിട്ടൊന്നും മെയിൻറ്റെയിൻ ചെയ്യണേ ഉണ്ടായിരുന്നില്ല. പിന്നെ ആങ്ങളുടെ കൊച്ചിന് ഇതാ അവളാണ് കേട്ടോ, എയറൂസ്. അവൾ റിമോട്ടിൽ എന്തോ കാര്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവർക്ക് ജ്യൂസൊക്കെ കൊടുത്ത് ഞാൻ പിള്ളേരായിട്ട് കുറച്ച് നേരം ഇരുന്നിട്ടുണ്ടായിരുന്നേ. എൻ്റെ ആങ്ങളെയും വൈഫും ഇതാ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാം കേട്ടോ. ആൾ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആൾക്ക് 2 ഡ്രസ്സ് വേണമായിരുന്നു. അതിനും കൂടിയിട്ടാട്ടോ അതിൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ അവിടെ ക്രോപ്പ് ടോപ്സ് ഒന്നും അലോഡല്ല. അപ്പോൾ അതുകൊണ്ടിട്ട് ചുരിദാറൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാട്ടോ എൻ്റെ അടുത്ത്. അങ്ങനെ ഇതാ അവർ തിരിച്ച് പോവുക കേട്ടോ. നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് റെയിൻകോട്ടൊക്കെ ഇട്ടിട്ടാണ് രണ്ടുപേരും കൂടി വന്നത്. അങ്ങനെ അവർ പോവാൻ നേരത്ത് എയറൂസ് എൻ്റെ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞുള്ള കരച്ചിലാട്ടി കരയുന്നത്. പിന്നെ അവളെ നിർത്തിയിട്ട് കാര്യമില്ലല്ലോ, പിറ്റേ ദിവസം വർക്കിന് പോകണം. പിന്നെ എനിക്ക് അവിടെ കൊണ്ടാക്കാനൊന്നും പറ്റില്ലല്ലോ. അങ്ങനെ അവർ പോയി കഴിഞ്ഞ് നേരെ വന്നത് അടുക്കളയിൽ ക്ലീൻ ചെയ്യാനാണ് കേട്ടോ. ജ്യൂസൊക്കെ അങ്ങനെ വിതറിക്കിടക്കായിരുന്നു. അപ്പോൾ അതെല്ലാം കൈയോടെ അങ്ങോട്ട് ക്ലീൻ ചെയ്തിട്ട് പിന്നെ കുടിച്ച പാത്രങ്ങളും പിന്നെ കുറച്ച് 2-3 പാത്രങ്ങൾ വേറെ ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കൈയോടെ അങ്ങോട്ട് കഴുകി വെക്കാണ് ചെയ്യുന്നത്. അങ്ങനെ അതെല്ലാം കഴുകി കഴിഞ്ഞിട്ട് നമ്മുടെ മിക്സിയൊക്കെ ആകെ അലമ്പായി കിടക്കായിരുന്നു. അപ്പോൾ അതെല്ലാം തുടച്ചിട്ട് ഷിൻക്കാക്കുള്ള ജ്യൂസ് ഞാൻ ഒന്നും കൂടെ ഒന്ന് മിക്സിയിലിട്ട് അടിക്കേണ്ടായിരുന്നു കേട്ടോ. കുറച്ച് അടിയാറുണ്ടായിരുന്നു. എല്ലാം മൊത്തത്തിൽ തിരക്ക് പിടിച്ചൊരു ഇതായതുകൊണ്ടേ എനിക്ക് പെട്ടെന്നായതുകൊണ്ട് ഫുൾ അടിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ രണ്ടാമത് അടിച്ചിട്ട് അതൊന്ന് മാറ്റിയിട്ട് പിന്നെ ആ ജാറ് നക്കുന്ന സ്വഭാവം ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് ഇങ്ങനെ. എനിക്ക് ജ്യൂസ് ഉണ്ടെങ്കിൽ പോലും അത് നക്കി അടിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. പിന്നെ അടുക്കള വാതിലൊക്കെ പൂട്ടി ഞാൻ നേരെ ഈ ജ്യൂസ് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ച് കുറച്ച് തുണികൾ തിരുമ്പിയത് ഉണ്ടായിരുന്നു. അത് കൈയോടെ അങ്ങോട്ട് മടക്കി വെച്ചപ്പോൾ നമ്മൾ കുഞ്ഞു വീഡിയോ നമ്മൾ വീഡിയോസ് പുതിയതായിട്ട്